ഹായ് ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചിട്ടുള്ളൊരു ദിവസങ്ങളായിരുന്നു ഡിസംബർ 4. കഴിഞ്ഞ 4 കൊല്ലം മുമ്പ് വരെ എല്ലാ വർഷവും അമ്മയുടെ വക ഒരു ഹാപ്പി ബർത്ത്ഡേ ഉണ്ടായിരുന്നു. തിരിച്ച് ഞാനൊരു ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറയും. കാരണം അവരുടെ വിവാഹ ഡേ അന്നായിരുന്നു ഡിസംബർ 4. ഇനി ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയുള്ളൊരു വിഷസും അങ്ങനെയുള്ളൊരു സന്തോഷമൊന്നും കിട്ടില്ല. എന്നാലും ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. അങ്ങനെ രാവിലെ വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ക്വാർട്ടേഴ്സിന് പുറത്തൊരു അമ്പലമുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകണം. 3 നാളും നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഞാൻ മാത്രമാണ് പോയത്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം നേരെ അടുക്കളയിലേക്കാട്ടോ പോയത്. ഇന്ന് രാവിലെ കാപ്പിക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. കാപ്പിക്ക് ഇന്ന് അപ്പവും മുട്ടക്കറിയായിരുന്നേ. അങ്ങനെ ഇന്ന് രണ്ടാൾക്കും സ്കൂളിലൊന്നും പോകാത്തത് കൊണ്ട് സാവധാനം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ അപ്പം എല്ലാം റെഡിയാക്കി വെച്ചു. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഈ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് ആഘോഷിച്ചിട്ടേ ഇല്ല. വീട്ടിൽ 2 ആഘോഷം ഉണ്ടായതുകൊണ്ട് സദ്യയും പായസമായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിന്ന് സദ്യയൊന്നും വെച്ചില്ലെങ്കിലും പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ കൂടുതലും പ്രഥമനാണ് ഉണ്ടാക്കാറുള്ളത്, ഇഷ്ടവും അത് തന്നെയാണ്. അപ്പോൾ ഞാനും ഇന്ന് പ്രഥമനൊന്ന് ഉണ്ടാക്കി നോക്കി, കുഴപ്പമില്ലായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇന്ന് കാർത്തികയായിരുന്നു. അങ്ങനെ കാർത്തികയ്ക്ക് പുഴുക്കൊക്കെ പുഴുങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ പുഴുക്കൊക്കെ പുഴുങ്ങി ഇവിടെ വിളക്കൊക്കെ കത്തിച്ചു. വീട്ടിലായിരുന്നെങ്കിൽ നമ്മൾ നിറയെ വിളക്കുകളെല്ലാം കത്തിച്ചു വെക്കുമായിരുന്നു, മെഴുകുതിരിയെല്ലാം. ഇവിടെ പിന്നെ കുറച്ച് ബാൽക്കണിയിൽ മാത്രം ഞാനും പിള്ളേരും കൂടെ കുറച്ച് മെഴുകുതിരിയും വിളക്കും എല്ലാം കത്തിച്ചു വെച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.